എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓർഗാൻസ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു എലൈൻ കുർത്തി കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഓർഗാൻസ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. 3 മീറ്റർ ആയിരുന്നു. എനിക്കൊന്ന് 297 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല തുണിയായിരുന്നു കേട്ടോ. വന്നപ്പം ഞാനിത് ഷോളാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനെന്ത് ചോദിച്ചു, അതിനോട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചു. 3 മീറ്ററും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈനിങ് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു 3 മീറ്റർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ലൈനിങ്ങിൽ വേണം നമുക്ക് ആദ്യത്തെ അളവെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ലൈനിങ്ങിനെ നമ്മൾ 4 ആക്കി മടക്കിയിട്ട് അളവെടുക്കാറില്ല, അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓർഗൻസന്റെ തുണീൻ്റെ ഇതും എന്താ പറയുക, അതിൻ്റെ വിത്ത് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ആദ്യം 2ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് വന്നിട്ട് 43.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് ലൈനിങ് വന്നിട്ട് 40 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ലൈനിങ് എപ്പോഴും കുറച്ച് കയറിയിരിക്കണമല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാൻ ലൈനിങ് 40 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് എനിക്ക് 43.5 തയ്യൽ തുമ്പടക്കം ഞാൻ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ 40 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ലൈനിങ് ഇതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ലൈനിങ് തുണിയും കൂടെ അതാ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നിന്നു കേട്ടോ. അതിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർഗൻസ മെറ്റീരിയലും കൂടെ യൂസ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ലേ, പെട്ടെന്ന് നമുക്ക് അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിന് എന്തായാലും ഇങ്ങനെ അത് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഞാൻ ലൈനിങ് ഇതാ സെക്യൂർ ചെയ്തു. ഇനി നമുക്ക് വന്നിട്ട് ഷോൾഡർ വന്നിട്ട് ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അതേപോലെ തന്നെ ആ അടയാളപ്പെടുത്തിയ താഴത്തേക്ക് ആം ഹോളും 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനെ സ്ക്വയർ ടൈപ്പിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ആം ഹോളിന്റെ വിത്ത് വന്നിട്ട് ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. എനിക്ക് 8 ഇഞ്ച് പ്ലസ് ഒരു 1.5 ഇഞ്ച് സ്ലീവ് അലൻസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി 2ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് അങ്ങനെ വരയ്ക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. കാരണം നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇല്ലേ, നമുക്ക് അറിയാലോ നമ്മൾ അളവ് എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് അറിയാലോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെന്റർ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നേരെ മുകളിൽ നമ്മൾ വരച്ചില്ലേ, ഇതാ ഈ ഒരു വരേന്റെ സെന്റർ ഭാഗം മുതൽ ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതിന്റെ ഷേപ്പിന്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. അവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം 7.5 ഇഞ്ച് ഇതാ ഇവിടെ അതിന്റെ വിത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് സ്ലീവ് അലവൻസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. കാരണം ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. നമ്മളെ ഷേപ്പിന്റെ അവിടെ നിന്നിട്ട് ഫ്ലെയർ അല്ലേ, അതുകൊണ്ട് നമുക്ക് താഴത്തേക്കുള്ള ഹിപ്പിന്റെ അവിടുത്തെ ഷേപ്പൊന്നും അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം വരയ്ക്കുന്നത് നമ്മളെ ഷേപ്പിന്റെ അളവാണ്. നേരത്തെ വരച്ചത് നമ്മളെ സ്ലീവ് അലവൻസും കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഷേപ്പ് അടയാളപ്പെടുത്തി ഈ എൻഡിൽ നിന്നും താഴത്തേക്ക് മാക്സിമം നമുക്ക് എത്ര ഫ്ലെയറിൽ കിട്ടുന്നോ അത്രയും ഫ്ലെയറിൽ തന്നെ നമ്മൾ ഇത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് തന്നെ അറിയാം, ഞാൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുന്നത്. അത് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുത്താ കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, താഴെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഇതുപോലെ കയറ്റി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ അടിക്കുന്ന സമയത്ത് ഒരു ഭാഗം 2 ഭാഗങ്ങളില്ലേ, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പിൽ യു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മളെ കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ബാക്കിന്റെ കൈക്കുഴിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഫ്രണ്ടിന്റെ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാൻ അതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളെ ഈ ഒരു ഫ്രണ്ട് ഭാഗമില്ലേ, ഫ്രണ്ട് ഭാഗത്തിന്റെ കൈക്കുഴീൻ്റെ ഇവിടെ ഇങ്ങനെ ചുളിവ് വരില്ലേ, അതുണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു കേട്ടോ. രണ്ടും ഒരേപോലെ അങ്ങ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിന് ഞാൻ താഴത്ത് ഈ അടയാളപ്പെടുത്തി വന്നതിൽ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാർക്ക് ചെയ്തും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കൈക്കുഴി കട്ട് ചെയ്യില്ലേ, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് അടയാളപ്പെടുത്തില്ല, അതിലാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റേത് കട്ട് ചെയ്ത് വെച്ചാൽ 2 ഭാഗവും ഒരുപോലെയാവും. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രണ്ട് ഭാഗവും മറ്റേ വന്നിട്ട് ഞാൻ ബാക്ക് ഭാഗമായിട്ട് രണ്ടും 2ആക്കിയിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോണ്ടല്ലോ.
എന്നിട്ട് ഞാൻ ഈ ബാക്ക് പാർട്ടിനുള്ളിലേക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളെ ലൈനിങ്ങിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിന് ഇതാ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഞാൻ 43.5 ഇഞ്ച് ഇതായി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോട്ടലി എനിക്ക് വേണ്ട 43.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം 2 പീസ് സെപ്പറേറ്റ് തന്നെയായിട്ട് ഞാൻ നേരത്തെ നമ്മളെ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത നല്ല തുണിയിൽ ഒരു പീസിനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ലൈനിങ്ങിന്റെ ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർഗൻസ് തുണി ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മളതായത് താഴത്തെ ഈ ഒരു ഭാഗമില്ലേ ഇതാ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് തന്നെ ഇതാ ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ സെയിം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിനി എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പാർട്ടിന്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ വിത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കാരണം 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ കുറയില്ല. അപ്പം 3 ഇഞ്ച് വിത്ത് മതി. ലെങ്ത് വന്നിട്ട് ഞാൻ 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് സ്ക്വയർ ലിപ്പിലാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് യു നെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നല്ല തുണീൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ലൈനിങ്ങിലാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ലൈനിങ്ങിൽ നെക്ക് കട്ടിട്ട് നല്ല തുണിയിൽ വെച്ച് പതിച്ചടിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഈസിയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ച പിന്നൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ടോ നമ്മളെ ബാക്ക് പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടിലാകാൻ നെക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. നെക്കിന്റെ വിത്ത് വന്നിട്ട് 2.5 എടുത്തു. ലെങ്ത് വന്നിട്ട് 4 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ക്വയർ ടൈപ്പിലാക്കിയതിനു ശേഷം നേരത്തെ വരച്ച പോലെ തന്നെ ഒരു യു ഷേപ്പ് വരച്ചു കൊടുത്തു. അടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ തുണീനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പഫ് സ്ലീവാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചാണ് വേണ്ടത്. അതിന് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി ഞാൻ 13.5 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കൈയിന്റെ. കാരണം നമുക്ക് തയ്യൽ തുമ്പും വേണം, അതുപോലെ തന്നെ മുകളില് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനൊക്കെ വേണമല്ലോ. അപ്പൊ ഞാനൊരു 13.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈയിന്റെ വിത്ത് വന്നിട്ട് ഞാൻ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ആദ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈക്കുഴീന്റെ അവിടെ കട്ട് ചെയ്യാനേ ഉള്ളൂ. ഇത് അതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഫ് സ്ലീവ് അല്ല ചെറിയ പഫാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 4 ഇഞ്ച് ഈ ഒരു മോളിൽ നിന്ന് 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമുക്ക് കൈയിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എത്രയാണോ ഷോൾഡറിന്റെ, അതായത് ആം ഹോൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനൊരു 3 ഇഞ്ച് അല്ല 2.5 ഇഞ്ച് കൂട്ടുക. അപ്പൊ ആം ഹോൾ ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. അതിനോട് ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 9 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഈ താഴത്തിന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു ഇവിടെ വരെ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ മോളിന്നില്ലേ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സ്ട്രേറ്റ് ലൈനിന്റെ സെന്റർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതായത് ഇനി എത്രയാണോ ലെങ്ത് അതിന്റെ സെന്റർ കറക്റ്റ് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഞാൻ 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോണിൽ നിന്നും പുറത്തേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സെന്ററിൽ എത്തുന്ന സമയത്ത് അകത്തേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു വരച്ചു കൊടുക്കും. അതായത് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ഇവിടെ വരെ എത്തിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ എത്രയാണോ കൈയിന്റെ വിത്ത് അടയാളപ്പെടുത്തിയില്ലേ അവിടെ തൊട്ട് ഈ ഒരു 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കൈയിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതാ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ സെന്റർ ഭാഗം അതുപോലെ തന്നെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാട്ടോ. അതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി, കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതാ നമ്മളെ കൈയിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മളിവിടെ സെന്റർ ഭാഗം അതാ ജോയിന്റ് ആയിട്ടായിരിക്കുന്നത്, ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ആ കൈയാണ് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ മുതൽ ലാസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ വരെ ഇതുപോലെ ചെറിയ ഞൊറികൾ ഇട്ടിട്ട്
നമ്മൾ പട്ടുപാടയൊക്കെ ഞൊറിയിട്ടില്ല അതുപോലെ ഞൊറിയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതല്ല എങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയതിന് ശേഷം ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു നൂല് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങി വരും. അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഒന്നും കൂടി ഈസി എന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പെട്ടെന്നായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്തതാണ്, പക്ഷേ എനിക്ക് അതാട്ടോ ഒന്നും കൂടെ കംഫർട്ടായിട്ടുള്ളത്. അപ്പം ഞാനിതാ ഇവിടെ ചെറിയ ഇതുപോലെ ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആകെ അത്രേ പഫ് വരുന്നുള്ളൂ. വലിയ പഫല്ല, ചെറിയ രീതിക്കുള്ള പഫാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു താഴ്ഭാഗം ഇല്ലേ, അത് മടക്കി അടിക്കണം. അതായത് നല്ല വശത്തേക്കല്ല, ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ഈ ഒരു എൻഡിങ് എത്തുമ്പോൾ നമ്മൾ നീഡിൽ അവിടെ തന്നെ നിർത്തിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തുണിനൊന്ന് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൈ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്റ്റിച്ചിനൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഭാഗം കൂടെ പതിച്ചതായി ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ഭാഗത്ത് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ രണ്ടും ഞാൻ അതവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ചാൽ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല തുണീൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിന്റെ നല്ല വശവും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നെക്കിന്റെ അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർഗാൻസ മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഷോൾഡറിന്റെ അവിടെയും 2 ഭാഗത്തും സെക്യൂർ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ നെക്കിന്റെ അവിടെയും കൂടെ സെക്യൂർ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല റൗണ്ട് നെക്ക് ആയതുകൊണ്ട് വലിച്ചു പിടിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ റൗണ്ട് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. നമ്മൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ നെക്കില് ഇങ്ങനെ ഇടുന്ന സമയത്ത് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഭാഗത്തേക്ക് കയറിയിരിക്കുന്നത് മാതിരി തോന്നും. അതൊരു 4 ഇഞ്ച് വീതിയിലാണ് ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്കിന്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിൽ വരുന്ന തുണിയില്ലേ, അത് കട്ട് ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ, കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉൾഭാഗം ഒരുപാട് അങ്ങ് കയറി പോകരുത് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ചിടുന്നത് കൊണ്ട് കാണും. അതുകൊണ്ട് അധികം വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി കുത്തിയിട്ടുള്ള പിന്നൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്തായി നെക്കിന്റെ അവിടെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ പതിച്ചടിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സ്റ്റിച്ചിന്റെ ആ ഒരു ഭാഗത്ത് തട്ടാത്ത രീതി വേണം കേട്ടോ. എന്നതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ ലൈനിങ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിച്ചടിക്കുക എന്നാ പറയാം കേട്ടോ. അത് പതിച്ചടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയെടുക്കാൻ പറ്റും. നെക്ക് ഇവിടെ പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയാം, നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. കണ്ടില്ല, ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് ഭാഗമില്ലേ, എഡ്ജ്, അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പറയട്ടെ, വലിച്ചു പിടിച്ചിങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് അനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിന്റെ ഈ ഒരു എഡ്ജ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഞാനൊരു 4 ഇഞ്ച് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് കൊടുത്തത്. ചില തുണികളൊക്കെ നമുക്ക് ഒറ്റ സ്റ്റിച്ച് തന്നെ മതിയായിരിക്കും. ഇത് ഞാൻ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ബാക്ക് പാർട്ടിന്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് വീതിയിൽ എന്ത് ചെയ്തു, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡർ ആയതുകൊണ്ട് 2-3 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ വിട്ടുവൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം വെച്ച അല്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇനി നമ്മളിതാ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പം ഞാൻ സ്ലീവിന്റെ സെന്റർ ഭാഗം, കറക്റ്റ് സെന്റർ ഭാഗം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 1 സൈഡ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് പോരാം. അറ്റാച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് നീഡിൽ അവിടെ തന്നെ നിർത്തുക. ഇതിന് മുന്നുള്ള പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് നീഡിൽ അവിടെ നിർത്തിയ ഫൂട്ടർ പൊന്തിക്കുക. എന്നിട്ട് തിരിച്ച് നമ്മൾ അടിച്ചു വന്നതിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് നമ്മൾ പിന്നെ 1 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുമല്ലോ, ആ സൈഡും ഇതേപോലെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യാം. അവിടെ എത്തുമ്പോൾ നീഡിൽ അവിടെ നിർത്തിയിട്ട് ഫൂട്ടർ പൊന്തിക്കുക, തുണി തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ച ഭാഗത്ത് കൂടെ തന്നെ കറക്റ്റ് നമ്മൾ അടിച്ചു പോരുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മളെ
സ്ലീവ് അറ്റാച്ച് ചെയ്യാനും പറ്റും. ഇങ്ങനെ സ്റ്റിച്ച് മാറ്റി മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടിയും കഴിയും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കറക്റ്റ് അളവിൽ നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ കൈൻ്റെ ഇവിടെ മുതൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അളവ് നമുക്കറിയാലോ, അപ്പം നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് നമ്മളെ കറക്റ്റ് ഷേപ്പ് അടയാളപ്പെടുത്തിയില്ലേ 13 ഇഞ്ച് അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഒന്ന് കെട്ടിട്ട് വെക്കുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ലൈനിങ് തുണിയും നല്ല തുണിയും സെപ്പറേറ്റ് തന്നെ ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കാരണം അത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറല്ലേ, അതുകൊണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരുമിച്ച് അടിച്ചാൽ ഒരു ചുളിവ് ഇത് ഫീൽ ചെയ്യും. അതിൽ നല്ല ഇതുപോലെ രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ അടിക്കുക. എന്നിട്ട് ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈനിങ് തുണി രണ്ട് സൈഡിൽ നിന്നും മാറ്റുക. എന്നിട്ട് നല്ല തുണി ആദ്യം അടിക്കുക. നല്ല തുണി നമ്മൾ എവിടെയാണോ 13 ഇഞ്ചിൽ സ്റ്റിച്ച് നിർത്തിയ ഇതുപോലെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റിച്ച് കാണാമല്ലോ. അവിടെ മുതൽ കറക്റ്റ് നല്ല തുണി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് മതിയിട്ട് നല്ല തുണി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് വരെ എത്തിക്കുക. നല്ല തുണി നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈനിങ് കൂട്ടിയടിക്കണം. അപ്പം നല്ല തുണീനെ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ വെക്കുക. എന്നിട്ട് ലൈനിങ്ങിനെ കറക്റ്റ് ആക്കി പിടിക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് നിർത്തിയില്ലേ, അവിടെ നിന്ന് ഉള്ളിലേക്ക് നല്ലപോലെ മടക്കി വെക്കണോട്ടോ. അല്ല നല്ല തുണി അല്ല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് അയക്കേണ്ടി വരും. എന്നിട്ട് ആ ഒരു എൻഡ് ചെയ്തെടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഭാഗമായപ്പോഴത്തേക്കും ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്. പക്ഷെ എനിക്കിത് അത്രയ്ക്കും ഒഴിവാക്കാൻ അങ്ങ് തോന്നുന്നില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ല, അതുകൊണ്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നമുക്ക് വേറെ വീഡിയോസായി ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളിതാ ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ലൈനിങ് തുണീൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിക്കാനുണ്ട്. അങ്ങനെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ നല്ല തുണീൻ്റെ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരൊറ്റ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ലൈനിങ് ആയതുകൊണ്ടാട്ടോ നമ്മൾ ഒരുമിച്ച് ഡബിൾ ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത്. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ മടക്ക് വന്നതിൽ കൂടെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് കൊടുത്താൽ ആ ഒരു അടിഭാഗം ഇല്ലേ, അതിങ്ങനെ അടിക്കുന്ന സമയത്ത് ഉണ്ടാവില്ലേ, ഈ ചുരുങ്ങി പറഞ്ഞിങ്ങനെ ഇരിക്കില്ലേ, അതുണ്ടാവില്ല. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫൈനൽ നമ്മളെ ചുരിദാറിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട് കേട്ടോ. ഷൂട്ട് ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്, ഞാൻ നേരത്തെയും പറഞ്ഞല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.